ആദ്യമായി എല്ലാവർക്കും വായനാവാരത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഞാനൊരു ചെറിയ കഥ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രസിദ്ധനായ നോവലിസ്റ്റ് റസ്കിൻ ബോണ്ടിൻ്റെ ബ്ലൂ അംബ്രല എന്ന് പറയുന്ന ഒരു ചെറിയൊരു നോവലേറ്റ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ബിന്യ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ബിന്യാദേവി എന്ന് പറയുന്ന 10 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്കൊരു സഹോദരനുണ്ട്. അവൻ്റെ പേര് ബിജു എന്നാണ്. കുട്ടിക്ക് 2 പശുക്കളാണ് എപ്പോഴും കൂടെയുള്ളത്. പശുക്കളുടെ പേര് 1 നീലു, 2 ഗൗരി. ഹിമാലയത്തിൽ ഗാർവാളിനടുത്തുള്ള മനോഹരമായ കുന്നിൻ പ്രദേശം, അവിടെയാണ് ഈ കഥാകാരൻ വിവരിക്കുന്നത്. ഗൗരിയുടെയും നീലിയുടെയും കൂടെ ദിവസവും പുൽമേടുകളിലേക്ക് പശുക്കളെ മേയ്ക്കുവാനായിട്ട് പോവുകയായിരുന്നു ബിന്നയുടെ പ്രധാനപ്പെട്ട വിനോദം. ഒരിക്കൽ അവൾ പശുക്കളെ മേയ്ക്കാനായിട്ട് കുന്നിൻ ചെരുവിലേക്ക് പോയപ്പോൾ അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നെത്തിയ ഒരു കുടുംബം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുന്നത് കണ്ടു. അവിടെ അവളെ ഏറ്റവും അവളുടെ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് കഥാകാരൻ പറയുന്നത് പൂവ് പോലെ മനോഹരമായ ഒരു നീലക്കുട അത് അവിടെ നിവർത്തി വെച്ചിരുന്നു. അവൾ അതിൻ്റെ അടുത്തേക്ക് വല്ലാതെ ആകർഷിക്കപ്പെട്ടു. പതുക്കെ അതിനടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഫാമിലിയിലുള്ളവർ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. അവർ കുട്ടിയെക്കുറിച്ചും അവളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ഒക്കെ, കീറിയ ഒരു ഡ്രസ്സൊക്കെയാണ് ഈ കുട്ടി ഇട്ടിരുന്നത്, അതൊക്കെ അവരിങ്ങനെ പറഞ്ഞു. കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഈ കുടയിലായിരുന്നു. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രായമുള്ള സ്ത്രീ, മധ്യവയസ്കയായ സ്ത്രീ ശ്രദ്ധിച്ചത് ബിന്നിയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന പുലിയുടെ നഖം കൊണ്ടുള്ള ഒരു പതക്കമായിരുന്നു. മനോഹരമായ ആ പതക്കം, ഒരുപക്ഷെ അതിൻ്റെ മനോഹാരിത അവൾക്ക് അത്ര വലിയൊരു നിശ്ചയമില്ലായിരുന്നെങ്കിൽ കൂടിയും ഈ മധ്യവയസ്കയായ സ്ത്രീക്ക് ആ പതക്കത്തോട് വളരെയധികം ആകർഷണം തോന്നി. അവരൊരു 10 രൂപ നോട്ട് കുട്ടിയുടെ നേരെ വെച്ച് നീട്ടിക്കൊണ്ട് ആ പതക്കം തരുമോ എന്ന് ആവശ്യപ്പെട്ടു. അവൾ പറഞ്ഞു തരാൻ പറ്റില്ലെന്ന രീതിയിൽ അവൾ ആംഗ്യം കാണിച്ചു. അവർ 15 രൂപ വില പറഞ്ഞു. ഒന്നും അവൾ പറഞ്ഞില്ല. പക്ഷെ അവളുടെ ശ്രദ്ധ മുഴുവൻ ആ നിവർത്തി വെച്ചിരുന്ന നീലക്കുടയിലായിരുന്നു. വീണ്ടും അവർ പൈസ അവൾക്ക് കൊടുക്കാനായിട്ട് ഓഫർ ചെയ്തപ്പോൾ അവൾ വ്യംഗ്യ ഭാഷയിൽ ആ കുടയുടെ നേരെ നോക്കി എന്തോ അർത്ഥം കാണിച്ചു. അവർക്ക് മനസ്സിലായി ഇത് കുട്ടി കുട ആവശ്യപ്പെടുകയാണ്, ഇതിന് പകരമായിട്ട്, പതക്കത്തിന് പകരമായിട്ട്. അവർ സന്തോഷത്തോടു കൂടി ആ നീലക്കുട അവർക്ക് കൊടുക്കുകയും പകരമായിട്ട് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന പതക്കം അവർക്ക് കൊടുക്കുകയും ചെയ്തു. നീലക്കുട കിട്ടിയ കുട്ടി സ്വർഗം കീഴടക്കിയ ഒരു പ്രതീതിയായിരുന്നു. അവൾ നിവർത്തിയ കുടയുമായിട്ട് ആ ഗ്രാമത്തിൽ ഉടനീളം പാറി പറന്നു നടന്നു. തൻ്റെ കൂട്ടുകാരെയും അയൽവക്കത്തുള്ളവരെയും നാട്ടുകാരെയും ഒക്കെ അവൾ കുട നിവർത്തി കാണിച്ച് ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നു. ഒരിക്കൽ ഈ കുടയുമായിട്ട് അടുത്തുള്ള ഒരു കടക്കാരൻ, ഒരു പലചരക്ക് കടക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് രാജ് ബറോസ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഇവൾ കുടയുമായിട്ട് ചെന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഈ കുടയിൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അവൾ അതിൻ്റെ കഥ പറഞ്ഞു, എങ്ങനെയാണ് കുട കിട്ടിയെന്നുള്ളത്. ഈ കടക്കാരൻ ഈ കുടയിൽ ആകൃഷ്ടനായി. അയാൾക്ക് ഏത് വിധേനയും ഈ കുട സ്വന്തമാക്കണമെന്നൊരാഗ്രഹം. അവളോട് പറഞ്ഞു, ഞാൻ 5 രൂപ തരാം, കുട എനിക്ക് തരാമോ? അവൾ പറഞ്ഞു, പറ്റില്ല. 10 രൂപ തരാം, 12 രൂപ തരാം,
അവൾ കൊടുക്കാൻ തയ്യാറായില്ല. അവൾ കുടയുമായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ പതക്കം കൊടുത്തിട്ടാണ് ഈ കുട വാങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ ഇയാളോട് വിസ്തരിച്ച് പറയുകയുണ്ടായി. എന്തായാലും കടക്കാരന് ഈ കുട കൊടുക്കുവാനായിട്ട് കുട്ടി തയ്യാറായില്ല. കുട അവളുടെ ഒരു സന്തത സഹചാരിയായിട്ട് മാറുകയായിരുന്നു. ഒരിക്കൽ പുൽമേട്ടിലേക്ക് പോകുമ്പോൾ വിഷം ചീറ്റുന്ന ഒരു പാമ്പിൻ്റെ ആക്രമണത്തിൽ നിന്നും ഈ കുടയാണ് അവളെ രക്ഷിച്ചത്. പാമ്പിനും ബെന്നിക്കുമിടയിൽ നിവർത്തിയ കുടയിൽ ഈ പാമ്പ് പല പ്രാവശ്യം ആഞ്ഞു കുത്തി. അങ്ങനെ അവൾ രക്ഷപ്പെടുകയായിരുന്നു. വീണ്ടും ഒരിക്കൽ അവൾ എന്തുമാത്രം ഈ കുടയെ സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവാണ്. ഒരിക്കൽ പുൽമേട്ടിലേക്ക് പോയ അവൾ കുട നിവർത്തി വെച്ചതിന് ശേഷം അവിടെ കാറ്റിൽ മനോഹരമായ അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങിപ്പോയി. പക്ഷേ അന്തരീക്ഷം മാറി കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. ശക്തമായ കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. നിവർത്തിവെച്ച കുടയാണ്. പതുക്കെ അത് തെന്നി മാറി പിന്നെ നിലത്തിൽ നിന്ന് കാറ്റിൽ പറന്നുയർന്ന് അകലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഞെട്ടിയുണർന്ന ബിന്നിയെ കണ്ടത് അകലെ കാറ്റിൽ പറന്നു പോകുന്ന നീലക്കുടയാണ്. അവൾ അതിൻ്റെ പുറകെ എന്ത് വിധേനയും ഓടുകയാണ്. ഏത് വിധത്തിലും കുട അവൾക്ക് സ്വന്തമാക്കണം, കുട അവളിൽ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവൾ അതിൻ്റെ പുറകെ പോവുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കുട പറന്ന് കുന്നിൻ്റെ മുകളിൽ നിന്നും വളരെയധികം സ്റ്റീപ്പായിട്ടുള്ള, പെട്ടെന്ന് അബ്രപ്റ്റായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ചെന്ന് കുട വീഴുകയും അതിൻ്റെ ചെരുവിൽ വളർന്നു നിന്നിരുന്ന ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ തട്ടി കുട നിൽക്കുകയാണ്. ചെങ്കുത്തായ സ്ഥലത്തേക്ക് അവൾക്ക് ഇറങ്ങണം. വീണ്ടും ഇറങ്ങിയതിന് ശേഷം ആ മരത്തിൽ ആഞ്ഞു പിടിച്ച് കയറി വേണം കുട കരസ്ഥമാക്കാനായിട്ട്. പക്ഷേ അവൾ മലനാട്ടിൽ വളർന്നതുകൊണ്ടും പർവ്വതങ്ങളുടെയും കുന്നുകളുടെയും ഒക്കെ ഒരു സന്തത സഹചാരി ആയതുകൊണ്ട് ഈ കുട്ടിക്ക് ഒട്ട് ജീവൻ ഒരുപക്ഷെ പണയപ്പെടുത്തിയാണെങ്കിൽ കൂടി ഈ കുട്ടി ആ ക്ലിഫിൽ നിന്ന് ചെങ്കുത്തായ സ്ഥലത്ത് ഇഴഞ്ഞിറങ്ങി വീണ്ടും ആ മരത്തിലേക്ക് മെല്ലെ കയറി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി മരത്തിൻ്റെ ശിഖരത്തിൽ തടഞ്ഞിരുന്ന കുട വീണ്ടും കരസ്ഥമാക്കുകയാണ്. ആ സമയത്ത് കുടയുടെ കുറച്ചൊക്കെ ഭാവമൊക്കെ കീറിയൊക്കെ പോയിരുന്നു. എങ്കിലും അവൾക്ക് ആ കുട ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അവൾ കുടയുമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇങ്ങനെ കുടയുമായിട്ടുള്ള അവളുടെ ജീവിതം അങ്ങനെ നടക്കുകയാണ്. ആയിടയ്ക്കാണ് രാജ് ബറോസയുടെ കടയിൽ രാജാറാം എന്ന് പറയുന്നൊരു ജോലിക്കാരനെത്തിയത്. അപ്പോൾ രാജാറാമിനോട് ഈ കടക്കാരൻ ബറോസ പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് ആ കുട കിട്ടണം. കുടയുമായിട്ട് എന്നും നടന്നു നീങ്ങുന്ന ബിന്നിയെ അയാൾ കാണുമായിരുന്നു. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇയാൾക്ക് മനസ്സിലിങ്ങനെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു, കുട കരസ്ഥമാക്കണം. അപ്പോൾ ഈ രാജാറാം ചോദിച്ചു, ഈ കുട നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അയാൾ രാജാറാമിന് 10 രൂപ വാഗ്ദാനം ചെയ്തു. രാജാറാം പതുക്കെ ഈ കുട്ടിയുടെ പുറകെ കൂടി. ഒരിക്കൽ അവൾ കാലികളെ മേയ്ക്കാനായിട്ട് വീണ്ടും കുന്നിൻ ചെരുവിലേക്ക് പോയപ്പോൾ അവളുടെ പിറകെ കൂടി അവൾ കാണാതെ കുടയുമായിട്ട് നിവർത്തി വെച്ചിരുന്ന കുടയുമായിട്ട് അവൻ കടന്നു കളഞ്ഞു. തിരിഞ്ഞു നോക്കിയ ബിന്നിയെ കാണുന്നത് കുടയുമായിട്ട് ഓടി അകലുന്ന രാജാറാമിനെയാണ്. അവൾ വിട്ടുകൊടുത്തില്ല, അവൻ്റെ പുറകെ പാഞ്ഞു. പക്ഷേ കായിക ശക്തിയിലും വലിപ്പത്തിലുമൊക്കെ അവളേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്ന രാജാറാം അവളെ പിന്നിലാക്കി. ആ സമയത്ത് ബിന്നിയുടെ സഹോദരൻ ബിജു ഇത് കണ്ടു. ബിജുവിനോട് ഈ കുട്ടി കാര്യം പറഞ്ഞു. ബിജു നല്ല കായികാഭ്യാസിയായിരുന്നു. അവൻ പുറകെ കൂടി രാജാറാമിനെ കീഴ്പ്പെടുത്തി കുട തിരിച്ചു വാങ്ങിച്ച് ബിന്നിക്ക് നൽകി. ഇതൊരു സംഭവം. പക്ഷെ അതോടുകൂടി ആ നാട്ടിൽ രാജ് ബറോസ എന്ന് പറയുന്ന കടക്കാരൻ്റെ നില പരുങ്ങലിലായി. ഒരു കൊച്ചുകുട്ടിയോട് ഇത്രയധികം മോശമായ രീതിയിൽ പെരുമാറിയ ആ കടക്കാരനെ നാട്ടുകാർ ഉപേക്ഷിച്ചു. ആരും ആ കടയിൽ കയറാതായി.
രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ചിരിക്കും, പക്ഷെ 5 പൈസയുടെ കച്ചവടം പോലും നടക്കുന്നില്ല. ഇയാൾ ദുഃഖിതനായി ഒറ്റപ്പെട്ടു. ഇത് സത്യത്തിൽ ബിന്നിയുടെ മനസ്സിൽ ഒരുപാട് വിങ്ങലുകൾ ഉണ്ടാക്കി. എല്ലാ ദിവസവും അവൾ ആ കടക്കാരനെ ശ്രദ്ധിക്കുമായിരുന്നു. അയാളുടെ ദയനീയമായ അവസ്ഥയിൽ അവർക്ക് വിഷമമായി. കാരണം താൻ കാരണമാണല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഒരിക്കൽ അവൾ 10 പൈസയുമായിട്ട് അയാളുടെ കടയിൽ കയറി ചെന്നു. ഒരു മിഠായി ആവശ്യപ്പെട്ടു. കടക്കാരൻ അവളെ ദയനീയമായി നോക്കി. കൂടുതലൊന്നും പറഞ്ഞില്ല. 10 പൈസയ്ക്ക് മിഠായി കൊടുത്തു. അവൾ കടയിൽ നിന്നിറങ്ങി നടന്നു നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കടക്കാരൻ ശ്രദ്ധിച്ചത്, മടക്കി വെച്ച അവളുടെ നീലക്കുട അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ മറന്നുപോയി കാണുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അയാൾ പെട്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ കുടയെടുത്തു, നിവർത്തി, അത് ആസ്വദിച്ചു. കടയുടെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്കൊരു ചിന്ത വന്നു. രാവും പകലും കടയിൽ ചെലവഴിക്കുന്ന തനിക്ക്, വേനലിലും വെയിലിലും മഴയത്തും ഇറങ്ങാത്ത തനിക്ക് എന്തിനാണ് കുട? അയാൾക്ക് വീണ്ടും വിചാരമുണ്ടായി. അയാൾ ഈ കുട്ടിയുടെ പുറകെ ഓടി. ബിന്നിയുടെ അടുത്തെത്തി അയാൾ പറഞ്ഞു, എനിക്ക് കുട ആവശ്യമില്ല, കുട്ടി മറന്നു വെച്ച് പോയൊരു കുടയാണ്, ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊടുത്തു. പക്ഷെ അവൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട്, അവളുടെ ഒരു മുഖമുദ്ര ഒരു പുഞ്ചിരിയായിരുന്നു. നാട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നൊരു ചിരി, നിഷ്കളങ്കമായ ചിരി. ചിരിച്ചുകൊണ്ട് അവൾ അയാൾക്ക് തന്നെ കുട കൊടുത്തു. എനിക്ക് കുട ഇല്ലേലും കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഈ ബറോസ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ മനസ്സിൽ വലിയൊരു ചലനമുണ്ടാക്കിയൊരു സംഭവമായിരിക്കാം ഇത്. കാരണം പിറ്റേ ദിവസം അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഈ കുട്ടി എങ്ങനെയാണ് ഈ കുട കരസ്ഥമാക്കിയത്, പുലിനഖം കൊണ്ടുള്ള പതക്കം പകരം കൊടുത്തിട്ടാണ് ഈ കുട വാങ്ങിച്ചതെന്നൊക്കെ അയാൾക്ക് അറിയാമായിരുന്നു. അന്നൊരിക്കൽ പിന്നെ ഇക്കാര്യം അയാളോട് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം ടേറി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഈ കടക്കാരൻ പോയി. അവിടെ ചെന്ന് കരടിയുടെ നഖം കൊണ്ടുള്ള മനോഹരമായിട്ട് കൊത്തുപണികൾ ചെയ്ത അല്പം വില കൂടിയ ഒരു പതക്കം അയാൾ വാങ്ങിച്ചു. പിറ്റേ ദിവസം ബെന്നിയെ തിരഞ്ഞു പിടിച്ച് അവളുടെ അടുത്ത് ചെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് ഈ പതക്കം സമ്മാനിച്ചു. അതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. റസ്കിൻ ബോണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രകൃതിയെ മനോഹരമായിട്ട് വർണ്ണിക്കുന്ന പല രംഗങ്ങളും ഈ പറയുന്ന ഒരു നോവലൈറ്റിലുണ്ട്. വിവിധ സീസണുകൾ, കാലങ്ങൾ മാറി മാറി വരുന്നു. അവിടെ പുഷ്പങ്ങളെയും അവിടുത്തെ കാറ്റിനെയും അവിടുത്തെ പ്രകൃതിയുമൊക്കെ മനോഹരമായിട്ട് റസ്കിൻ ബോണ്ട് ഈ പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കഥ. ഇന്ന് വായനാ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഈ കഥയുടെ സാരാംശം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾ തന്നെ അതിനോട് വെച്ചുകൊള്ളുക. നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായിക്കട്ടെ. എന്തായാലും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. नमस्कार, मैं अमृता राजेश एक पुस्तक समीक्षा करती है। ये पुस्तक का नाम है वाजपेयी एक राजनेता के अज्ञात पहलू। ये उल्लेख एनपी द्वारा लिखित एक आत्मकथा है। जब हम उल्लेख जी के बारे में बताते हैं तो वो एक लेखक, पत्रकार, राजनीतिक टिप्पणीकार है। उनका प्रमुख रचना है वाजपेयी और बहुत सारा रचनाएं किया है। उल्लेख एनपी आज के जमाने का एक प्रमुख लेखक है। इस आत्मकथा में लेखक प्रमुख प्रधानमंत्री अटल जी के करियर के अहम पड़ाव और अनुभव के बारे में बताते हैं। अटल बिहारी वाजपेयी का जन्म 25 दिसंबर 1924 मध्य प्रदेश में हुआ।
उनका पिताजी का नाम कृष्ण बिहार वाजपेयी अध्यापक थे और माँ कृष्णा देवी। उनका शिक्षा सरस्वती मंदिर ग्वालियर में हुआ। लेखक बताते हैं कि अटल जी एक प्रमुख पुस्तक लिखी है। उनका प्रमुख पुस्तक है चुन गई कविता, 51 कविता और संकल्प कार्य। ये पुस्तक में लिखा गया है कि वाजपेयी की अपनी पार्टी के नेताओं के संबंध और तथा संगठनों के साथ प्रेम कवि देशवालों के संबंध पर नजर डालते हैं। इस पुस्तक में अटल जी के राष्ट्रीय के बारे में पूरी तरह स्पष्ट से लिखा गया है। धन्यवाद।